ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ UPSC 2025 വേണ്ടി ഉണ്ടാക്കിയൊരു പ്ലാനറായിരുന്നു ഉണ്ടാക്കിയത്. മെയിൻലി ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ജനറൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ജനറൽ സ്റ്റഡീസിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പ്ലാനറാണ്, എഴുതിയൊരു പ്ലാനറാണ്. ഇതിപ്പം ഞാൻ നോക്കി എഴുതിയതാണ് കേട്ടോ. പ്രിപ്പ് IAS എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവർ ഒരു 2025 വേണ്ടിയിട്ടുള്ളൊരു പ്ലാനർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി എഴുതിയതാണ്. ഇപ്പോൾ അതിൽ ഞാൻ എൻ്റേതായ രീതിക്ക് ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പൊളിറ്റിയുടെ മാത്രമേ ഇതിൽ ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളൂ. ബാക്കി ഇനി സബ്ജക്റ്റ് എഴുതാൻ കിടപ്പുണ്ട്. അതിനി ഇത് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് കരുതി. അപ്പം ഈ പ്ലാൻ അനുസരിച്ചാണെങ്കിൽ പൊളിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു 20 ദിവസമുണ്ട്. 3 ദിവസം അതിൻ്റെ റിവിഷന് വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ആ പ്ലാനറുള്ളത്. ടോട്ടൽ അപ്പോൾ 23 ദിവസം നമ്മൾ പൊളിറ്റിക്ക് വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് പൊളിറ്റി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം കറണ്ട് അഫെയർസ് ഉണ്ട്, പിന്നെ CSAT ഉണ്ട്, പിന്നെ ഓപ്ഷണൽ അതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യണം. അപ്പോൾ ആ ടൈം ടേബിളിനനുസരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെയാണ് 24-ാം തീയതിയാണ്, അതായത് ഇന്നായിട്ടോ 25-ാം തീയതിയാണ് ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ 24-ാം തീയതിയിലത്തെ സ്റ്റഡി റുട്ടീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ 24-ാം തൊട്ട് എന്താ പറയുക, ഈ പ്ലാനിനനുസരിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഓപ്ഷണലാണ് എടുത്തത്. എൻ്റെ ഹിസ്റ്ററിയാണ് ഓപ്ഷണൽ. ഇപ്പോൾ ഇവിടെ ഞാൻ വായിക്കുന്നത് ഉപീന്ദർ സിംഗിൻ്റെ ബുക്കാണ്, ഏൻഷ്യൻ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഈ ബുക്ക് മാത്രമല്ല കേട്ടോ ഫോളോ ചെയ്യുന്നത്. എനിക്ക് RS ശർമ്മയുടെ ഒരു ബുക്കുണ്ട്. അതായത് നമ്മുടെ NCERT അല്ല 11th വേറൊരു ബുക്കായിട്ട് ഉള്ളതുണ്ട്. RS ശർമ്മയുടെ ആ ഒരു ബുക്കുണ്ട് എൻ്റെ കയ്യിൽ. സോ ഇതിന്ന് രണ്ടിൽ ഞാൻ മെയിനായിട്ട് എന്താ പറയുക, എൻ്റെ ഹിസ്റ്ററി ഓപ്ഷണലിന് വേണ്ട കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ഇത് രണ്ടിൻ്റെ ഉള്ളിൽ നിന്നാണ്. സോ ഇത് രണ്ടും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ എഴുതുന്നതും പഠിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസിനനുസരിച്ച് ഞാൻ പഠിക്കുന്നത്. സോ എവിടെയാണ് ആ സിലബസിൽ ബെറ്റർ ഇൻഫർമേഷൻസ്, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളത്, അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുക്കും. സോ ഈ 2 ബുക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. RS ശർമ്മയുടെ ബുക്കും യൂസ് ചെയ്യുന്നിട്ടുണ്ട്, ഉപീന്ദർ സിംഗിൻ്റെ ബുക്കും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ എൻ്റെ ടാർഗറ്റാണ് പൊളിറ്റി കംപ്ലീറ്റ് ചെയ്യണം. പൊളിറ്റിയിൽ എനിക്ക് പ്രസിഡൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, വൈസ് പ്രസിഡൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പ്രൈം മിനിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഇത് പോർഷനും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഹിസ്റ്ററിക്ക് ഒരു മിനിമം ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ 4 hours ഡെയിലി മിനിമം കൊടുക്കണം. പിന്നെ CSAT കംപ്ലീറ്റ് ചെയ്യണം. CSATൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ കറണ്ട് അഫെയർസ് നോക്കണം, നോട്ട് എഴുതണം, പഠിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഹിസ്റ്ററിയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണത്. ഹിസ്റ്ററിക്ക് മിനിമം 4 hours എങ്കിലും എനിക്ക് ഡെയിലി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ടാർഗറ്റ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ച്, ചായക്ക് ഉപ്പുമാവും കടലക്കറിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കൂടി ഹിസ്റ്ററി ഇരുന്ന് വായിച്ചു. എന്നിട്ടാണ് ഒരു 2-3 മണിക്കൂറും കൂടി ഹിസ്റ്ററി ഇരുന്ന് പഠിച്ചായിരുന്നു. എന്നിട്ടാണ് ഞാൻ പൊളിറ്റി പഠിക്കാനിരുന്നത്. പൊളിറ്റി ഇന്ന് എനിക്ക് പഠിക്കാനുള്ളത് പ്രസിഡൻ്റ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പൊളിറ്റിയിലെ ടോപ്പിക്സ് ആട്ടോ. പ്രസിഡൻ്റ് ഉണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ പഠിക്കണം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കണം. ഇത്രയാണ് നോക്കാനുണ്ട്. ഈ ചാപ്റ്റർ ഞാൻ ഒരു പ്രാവശ്യം വായിച്ചതാണ് കേട്ടോ. പിന്നെ എന്നോട് ഒരു കമൻറ്റ് വന്നതാണ് എനിക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UPSCക്ക് പഠിക്കുന്ന ടൈം വെറും വേസ്റ്റ് അല്ലേ, അതിന് പകരം ഈ എഫേർട്ട് വല്ല ബിസിനസ്സൊക്കെ ചെയ്തിരുന്നെങ്കിൽ അതിനുള്ള ഇത് കിട്ടുമോ എന്ന്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എന്താ പറയുക ഇതിന്. എനിക്ക് ബിസിനസ് ചെയ്യാനൊന്നും പറ്റത്തില്ലടാ. എനിക്ക് ബിസിനസ്സിനോട് ചെയ്യാനൊരു താല്പര്യമേ ഇല്ല. നമുക്ക് എന്ത് ജോലിയാണോ അതിൽ നമുക്കൊരു പേഴ്സണലായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ
അതിൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബിസിനസ്സിനോട് യാതൊരു വിധ താല്പര്യങ്ങളൊന്നുമില്ല, ഇഷ്ടങ്ങളില്ല. പിന്നെ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവില്ല. കാരണം എന്താ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മാത്രമേ നമ്മൾ അതിൻ്റെ 100% എഫേർട്ട് കൊടുക്കുള്ളൂ. സോ ഞാൻ ബിസിനസ് ഇനിയിപ്പോൾ നിങ്ങളെന്നെ തല്ലിക്കൊണ്ടുപോയി ചെയ്യിക്കാൻ നോക്കിയാലും ഞാൻ ചെയ്യത്തില്ല. ഞാനതിൽ സക്സസ് ആവില്ല, പൊട്ടി പാളിസാവും. അത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. പക്ഷേ UPSC എന്ന് പറയുന്നത് എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല ഞാൻ UPSCക്ക് വേണ്ടി പഠിക്കുന്നത്. എൻ്റെ വീട്ടിലായാലും ആരും എന്നെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ആഗ്രഹങ്ങളൊന്നുമല്ല UPSC. ഞാനാണ് കുഞ്ഞുനാൾ മുതൽ എനിക്ക് കളക്ടറാണോ എന്ന് പറഞ്ഞ് നടന്നത്. ഞാനിങ്ങനെ പറഞ്ഞ് നടന്നിട്ടാണ് അവർ പറഞ്ഞതും എന്നാൽ കളക്ടർ ആയിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ ആഗ്രഹത്തിന് വിട്ടതും. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 26 വയസ്സായി. ഇപ്പോൾ പോലും എൻ്റെ അമ്മ എൻ്റെ മാരേജിനെ കുറിച്ച് പറയുന്നേ ഇല്ല. ആദ്യം നീ ഒരു ജോലി വാങ്ങിച്ച് നിൻ്റെ സ്വന്തം കാലിൽ നിൽക്ക് എന്ന് മാത്രമേ എൻ്റെ അമ്മ പറയുന്നത്. പല വീടുകളിൽ ഇപ്പോൾ നമുക്കൊരു 21 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേൾസ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താ, മാരേജിനെ കുറിച്ചിട്ടുള്ള പ്രശ്നം. എന്നെ റിലേറ്റീവ്സ് പല രീതിയിൽ മാരേജിനെ കുറിച്ച് കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ എൻ്റെ അമ്മയായിട്ട് ഒരിക്കലും എൻ്റെ മാരേജ് ഇത്ര വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടി എന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. സോ എന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടുള്ള അമ്മ ഇപ്പോൾ UPSCക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ ഇഷ്ടമാണ് UPSCക്ക് വേണ്ടി പഠിക്കണമെന്നുള്ളത്. സോ അതിന് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനതിന് 100% കൊടുക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് മാത്രമേ നമുക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നാലും അത് നമുക്ക് തരണം ചെയ്ത് ആ ഒരു കാര്യം നേടാൻ വേണ്ടി ഇരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അത് ബിസിനസ്സിന് പറ്റില്ല. എനിക്ക് സർവീസ് ആ ഒരു ഇതിലോട്ടാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. പിന്നെ UPSCക്ക് വേണ്ടി എന്ത് ചെയ്താലും ശരി, അതിൽ ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഈവൻ ഞാൻ എൻ്റെ ജോബ് ക്വിറ്റ് ചെയ്ത് ഞാൻ UPSC പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങിയ സമയത്ത് പോലും ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. സോ അതിനു വേണ്ടി കൊടുക്കുന്ന ടൈമോ എഫേർട്ട്സോ അതിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ പിന്നീട് ആലോചിച്ച് ദുഃഖിക്കുകയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ സ്വപ്നമായിരുന്നു, ഇതെൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ട സ്വപ്നമായിരുന്നു. സോ ആ ഒരു സ്വപ്നത്തിന് വേണ്ടി ഞാൻ എഫേർട്ട് എടുക്കാതെ പിന്നെ ആരും എഫേർട്ട് എടുക്കും? വേറെ എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലിയും കൂടിയാണ് ഈ ഫീൽഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, റിഗ്രറ്റ് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നേ വരെ ഈ ഒരു നിമിഷം വരെ ഞാൻ UPSCക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ചില കുട്ടികളുണ്ടാവും കേട്ടോ, അവർക്ക് ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്യാനായിരിക്കും താല്പര്യം. പക്ഷേ പാരൻസിൻ്റെ നിർബന്ധം കാരണം മാത്രം ഈ ഗവൺമെൻറ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരും ഉണ്ടാകാം. സോ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കും, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഇതിലോട്ട് പോകാൻ താല്പര്യമില്ല, എനിക്ക് ബിസിനസ് ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിലും നമ്മൾ എഫേർട്ട് കൊടുത്താൽ മാത്രമേ നമുക്കതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. എഫേർട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ചെയ്യുന്ന കാര്യത്തിനോട് ഒരു താല്പര്യം വേണം, നമുക്ക് ഇഷ്ടം വേണം, അത് അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ ഒരു ആഗ്രഹവും കൂടി വേണം. സോ ഇതുണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ഏത് മേഖലയാണോ അതിൽ ജയിക്കാൻ പറ്റുള്ളൂ നമുക്ക്. സോ മറ്റൊരാൾ ഫോഴ്സ് ചെയ്തിട്ട് നിങ്ങളെ എത്ര നാൾ അതിൽ പിടിച്ച് നിർത്താൻ പറ്റും? ചിലപ്പോൾ 1-2 മാസം ഒക്കെ നിർത്താൻ പറ്റുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? സോ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യൂ. എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് അത് ചെയ്യൂ. പിന്നെ നിങ്ങൾ അധികം ത്യാഗങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ആകെ ഒരു ജീവിതമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ഇന്നോ നാളെയോ പോലെ ഇരിക്കുന്നതാണ് എല്ലാവരുടെയും ജീവിതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജീവനുള്ളിടത്തോളം കാലം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യൂ. നമുക്ക് എന്താണോ ആവാൻ ആഗ്രഹമുള്ളത് അതിനു വേണ്ടി പ്രയത്നിക്കൂ. സോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്. പിന്നെ അങ്ങനെ പറഞ്ഞ് പൊളിറ്റി നമ്മുടെ കംപ്ലീറ്റ് ആയി. പൊളിറ്റിയിലെ പ്രസിഡൻറ്റ് കംപ്ലീറ്റ് ചെയ്തു, വൈസ് പ്രസിഡൻറ്റ് നോക്കി, പ്രൈം മിനിസ്റ്റർ നോക്കി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നോക്കി. ഞാൻ ആദ്യം ഇത് 2 പ്രാവശ്യം വായിച്ചുകൊണ്ട് എനിക്ക് അത്ര അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല എങ്കിൽ ഉടനെ പോയി നിങ്ങൾ യൂട്യൂബ് നോക്കുക. യൂട്യൂബിൽ ഒരുപാട് ലെക്ചേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ലെക്ചേഴ്സ് കിട്ടും. അപ്പോൾ അത് നോക്കി നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്യുക. എന്നിട്ട്
കറക്റ്റ് എല്ലാത്തിൻ്റെയും മീനിങ് കോൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കി വേണം നിങ്ങൾ പൊളിറ്റി പഠിക്കാൻ വേണ്ടി. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ UPSCയുടെ ഇടാൻ നേരത്ത് അവന്മാർ തിരിച്ചും മറിച്ചും ചോദിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാനിരുന്നു. ന്യൂസ് പേപ്പർ ഇപ്പം വായിച്ചിട്ട് അതിൻ്റെ കൂടെ നോട്ട്സ് മേക്കിങ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളുടെ ന്യൂസ് ചിലതിൻ്റെയൊക്കെ ഹെഡിങ് മാത്രമേ എഴുതുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നീറ്റ് സ്കാം നടന്നില്ലേ, അപ്പോൾ അതിൽ 2 ടീച്ചേഴ്സിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഹെഡിങ് മാത്രമായിട്ട് എഴുതി വെക്കുന്നുള്ളൂ. എവിടെയെങ്കിലും നമ്മുടെ ഇതിൽ വരികയാണെങ്കിൽ എക്സാമ്പിളായിട്ട് അത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ സ്പീക്കറിനെ കുറിച്ചുണ്ടായി, അതിനെക്കുറിച്ചൊരു നോട്ട്സ് ഉണ്ടാക്കി. അങ്ങനെ ഗ്രേറ്റ് നിക്കോബാറിനെ കുറിച്ചുണ്ട്. സോ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സ് വേണ്ട ഒരു ടോപ്പിക്കാണ്. സോ അത് നമ്മൾ ഒരു റഫ് നോട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ ബുക്കിൽ എഴുതിയിട്ട് പിന്നെ ഒരു ഡീറ്റെയിൽഡ് നോട്ട് നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് നോട്ട് ഉണ്ടാക്കണം. ഒരു ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിനെ കുറിച്ചുണ്ട് ന്യൂസിൽ. അപ്പോൾ ഇന്ന് CSAT കൂടി കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി നമ്മുടെ.